പ്രിയപ്പെട്ട കുട്ടികളെ, വീണ്ടും നമ്മൾ ഇക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആയിരുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസരാത്മക ചെലവ്. എങ്ങനെയാണ് അവസരാത്മക ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ഒരു ടാബിൾ വെച്ച് പഠിച്ചു. ഒരു പ്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നു. ആ ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിൽ ആ ഷെഡ്യൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? അവസരാത്മക ചെലവ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഷോർട്ടായിട്ട് MOC എന്ന് എഴുതും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ MOC. മലയാളത്തിൽ പറയാം സീമാന്ത അവസരാത്മക ചെലവ് എന്ന് പറയും. സീമാന്ത അവസരാത്മക ചെലവ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ എന്താണ് ഈ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് നമുക്ക് അറിയണം. കഴിഞ്ഞ ദിവസം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്തായിരുന്നു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അവസരാത്മക ചെലവ് എന്ന് പറഞ്ഞാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച്, വിഭവങ്ങളും ഒപ്പം സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥ ഒരു വസ്തു ഒരു നിശ്ചിത അളവ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വസ്തുവിന്റെ ഉൽപാദനം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിന്റെ അളവാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അവസരാത്മക ചെലവ് എന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന ടേം കൊണ്ട് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റ് ആണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ സീമാന്ത അവസരാത്മക ചെലവ്. ഇത് നമുക്ക് ദി സെയിം ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, അപ്പൊ എങ്ങനെയാണ് ഈ ടേബിൾ വന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലെ? ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സങ്കല്പിച്ചു? ആ സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ലഭ്യമായ വിഭവങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഒന്നാമത്തെ വസ്തു വീറ്റ് ആണെന്നും രണ്ടാമത്തെ വസ്തു കോട്ടൺ ആണെന്നും പറഞ്ഞു. രണ്ടാമത്തെ സങ്കല്പം ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഈ രണ്ട് വസ്തുക്കളുടെ വിവിധ ഉൽപാദന സാധ്യതകൾ നമ്മൾ എഴുതി വെച്ചു അല്ലെ? ഈ ഉൽപാദന സാധ്യതകൾ പോസിബിലിറ്റീസ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ്. 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് നമ്മൾ എഴുതി വെച്ചു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു ടേബിൾ ഫോം ചെയ്ത് വെച്ചു. ഒന്നാമത്തെ പോസിബിലിറ്റി A ആണെന്നും A എന്ന പോസിബിലിറ്റിയിൽ സമ്പദ് വ്യവസ്ഥ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല എന്നും എല്ലാ വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയും എന്തിനു വേണ്ടിയിട്ട്? കോട്ടൺ എന്ന വസ്തുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, കോട്ടൺ എന്ന വസ്തുവിന്റെ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ഓരോ വ്യത്യസ്തതരം കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു അല്ലെ? 5 കോമ്പിനേഷൻസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് MOC എന്ന് ഞാൻ പറഞ്ഞു, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നത് ഈ ടാബിൾ വെച്ച് നമുക്ക് പഠിക്കാം. നോക്കൂ, A എന്ന പോസിബിലിറ്റിയിലെ അഥവാ A എന്ന കോമ്പിനേഷനിലെ സമ്പദ് വ്യവസ്ഥ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ല? വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നേയില്ല. എന്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു? ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിച്ചപ്പോ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ചെയ്യപ്പെടുന്നു? 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു. 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ B എന്ന കോമ്പിനേഷനിൽ വരുമ്പോ സമ്പദ് വ്യവസ്ഥ A എന്ന പോസിബിലിറ്റിയിൽ നിന്ന് തൊട്ടടുത്ത പോസിബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യാണ്. തൊട്ടടുത്ത പോസിബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ തൊട്ടടുത്ത പോസിബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ എന്ത് തീരുമാനിക്കുകയാണ്? 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അല്ലെ? 1 യൂണിറ്റ് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ? ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട്
എന്ത് ഉൽപ്പാദിപ്പിക്കാൻ? 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചപ്പോ സമ്പദ് വ്യവസ്ഥ എന്ത് കമ്പൽ ചെയ്യപ്പെടുന്നു? എന്തിന് നിർബന്ധിക്കപ്പെടുന്നു? എന്തിന്റെ അളവ് കുറക്കാൻ? കോട്ടന്റെ അളവ് കുറയ്ക്കാൻ കമ്പൽ ചെയ്യപ്പെടുന്നു, നിർബന്ധിക്കപ്പെടുന്നു എന്ന് പറയാം. വൈ എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിക്കപ്പെടുന്നത്? കാരണം വിഭവങ്ങളുടെ അളവ് ലിമിറ്റഡ് ആണ്, അല്ലെ? ലഭ്യമായ വിഭവങ്ങളുടെ അളവ് എന്താണെന്ന് പറയാം? ലിമിറ്റഡ് ആണ്. അപ്പോ 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായും എന്ത് കുറയ്ക്കേണ്ടി വരുന്നുണ്ട്? കോട്ടന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കോട്ടന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരുന്നു. എത്ര കുറയ്ക്കേണ്ടി വരുന്നു നോക്കൂ. 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അതുവരെ 10 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിച്ച സ്ഥാനത്ത് ഇപ്പൊ എന്തേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? 9 യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. റൈറ്റ്? 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന കോട്ടന്റെ അളവ് 9 യൂണിറ്റ് ആയിട്ട് കുറയുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കൂ, 1 യൂണിറ്റ് വീറ്റിനു വേണ്ടി എന്ത് ഉപേക്ഷിക്കുന്നു? കോട്ടന്റെ 1 യൂണിറ്റ് ഉപേക്ഷിക്കുന്നു എന്ന് പറയാം. ശരിയല്ലേ? നോക്കൂ, 1 യൂണിറ്റ് വീറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന കോട്ടൺ 9 യൂണിറ്റ് ആയിട്ട് മാറുന്നു, കുറയുന്നു, അല്ലെ? അപ്പൊ 1 യൂണിറ്റ് ഇവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് അല്ലെ 0 1 ആവുക എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ശരിയല്ലേ? അങ്ങനെ 1 യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോ 10 എന്നത് 9 ആയി കുറയുന്നു എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത് മാറ്റം? 1 യൂണിറ്റിന്റെ കുറവ് വരുന്നു. ആ ഒന്നാണ് എന്തായിട്ട് പറയാ? MOC എന്ന് പറയാ. ഫസ്റ്റ് കേസിൽ വേണ്ട, അടുത്ത കോമ്പിനേഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയാം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറയില്ല. A എന്ന കോമ്പിനേഷന്റെ MOC കാൽക്കുലേറ്റ് ചെയ്യണ്ട. B എന്ന MOC എന്താണ്? 1 ആണ്. ക്ലിയർ ആണോ? 0 1 വർദ്ധിക്കുമ്പോ, അതായത് ഉൽപാദന സാധ്യത A എന്ന ബിന്ദുവിൽ നിന്ന് B എന്ന ബിന്ദുവിലേക്ക് മൂവ് ചെയ്യുമ്പോ വീറ്റിന്റെ 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. വീറ്റിന്റെ ഉൽപാദനം, ഗോതമ്പിന്റെ ഉൽപാദനം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു, അല്ലെ 1 യൂണിറ്റ് ഉണ്ടാക്കുന്നു. വീറ്റിന്റെ 1 യൂണിറ്റ് ഉൽപാദനം ഉണ്ടാക്കുന്നു. അങ്ങനെ വീറ്റ് 1 യൂണിറ്റ് ഉൽപാദിപ്പിക്കുവാൻ വേണ്ടി സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് ഉപേക്ഷിക്കേണ്ടി വരുന്നു? 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച കോട്ടൺ 9 യൂണിറ്റ് ആയിട്ട് കുറയ്ക്കേണ്ടി വരുന്നു. അതായത് കോട്ടന്റെ 1 യൂണിറ്റ് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്ന കോട്ടന്റെ അളവാണ് MOC. അങ്ങനെ ഉപേക്ഷിക്കുന്ന കോട്ടന്റെ അളവാണ് MOC. MOC ആയിട്ട് ഞാൻ ഇവിടെ 1 എന്ന് എഴുതി വെച്ചു. ഇനി നോക്കൂ, B എന്ന കോമ്പിനേഷന് അല്ലെ പോസിബിലിറ്റിന്ന് നമ്മൾ എന്തിലേക്ക് പോവാണ്? C എന്ന പോസിബിലിറ്റിയിലേക്ക് പോകുന്നു. ഇവിടെ നോക്കൂ, B എന്ന പോസിബിലിറ്റിന്ന് C എന്ന പോസിബിലിറ്റിയിലേക്ക് പോകുമ്പോ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീറ്റ് ഇപ്പൊ എന്തായി? 2 യൂണിറ്റ് ആയിട്ട് വർദ്ധിക്കുന്നു. റൈറ്റ്? 1 യൂണിറ്റ് ആയിരുന്നു നേരത്തെ ഉൽപ്പാദിപ്പിച്ചത് വീറ്റ്. ഇപ്പൊ എത്ര യൂണിറ്റ് ആയി? 2 യൂണിറ്റ് ആയി വർദ്ധിപ്പിക്കുകയാണ്. റൈറ്റ്? എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് കൂടി അഡീഷണൽ ആയിട്ട്, അധികമായിട്ട് എന്തിന്റെ ഉൽപാദനം വരുന്നു? വീറ്റിന്റെ ഉൽപാദനം വരുന്നു. ശരിയല്ലേ? നേരത്തെ 1 യൂണിറ്റ് ആയിരുന്നു വീറ്റ് ഉൽപ്പാദിപ്പിച്ചത്. ഇപ്പൊ വീറ്റ് 2 യൂണിറ്റ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ വീറ്റിന്റെ ഒരു അധിക യൂണിറ്റ് കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വീറ്റിന്റെ 1 യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തിന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരും? കോട്ടന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരും. ശരിയല്ലേ? കാരണം വിഭവങ്ങളുടെ അളവ് നിശ്ചിതമാണ്. അപ്പൊ തീർച്ചയായിട്ടും വീറ്റിന്റെ 1 യൂണിറ്റ് കൂടി വർദ്ധിപ്പിക്കുമ്പോ ഇത് നോക്കൂ, കോട്ടൺ
ബി എന്ന കോമ്പിനേഷനിൽ കോട്ടൺ എത്ര ഉൽപ്പാദിപ്പിച്ചിരുന്നു? 9 യൂണിറ്റ് കോട്ടൺ ആയിരുന്നു ഉൽപ്പാദിപ്പിച്ചത്, റൈറ്റ്? പക്ഷെ സിയിലേക്ക് വരുമ്പോഴേക്കും എത്ര യൂണിറ്റ് ആയി കുറഞ്ഞു? 7 യൂണിറ്റ് ആയിട്ട് കോട്ടൺ കുറഞ്ഞു. 9 യൂണിറ്റിൽ നിന്ന് 7 യൂണിറ്റ് ആയിട്ട് കോട്ടന്റെ ഉൽപാദനം കുറഞ്ഞു. അപ്പോ 9 7 ആവുക എന്ന് പറഞ്ഞാൽ ആ മാറ്റം എത്രയാണ്? എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട്? 2 യൂണിറ്റിന്റെ മാറ്റം വന്നിട്ടുണ്ട്. ശരിയല്ലേ? 2 യൂണിറ്റിന്റെ മാറ്റമാണ്. 9 7 ആവുക എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് എത്രയാ? മാറ്റം എത്രയാ? 2 യൂണിറ്റ്. ആ 2 ആണ് അവിടുത്തെ MOC. നോക്കൂ, എന്താ പറഞ്ഞത്? 1 യൂണിറ്റ് വീറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി, ശരിയല്ലേ? 1 യൂണിറ്റ് ആയിട്ട് ഇതുവരെ ഉൽപ്പാദിപ്പിച്ചത് അത് 2 ആക്കാൻ വേണ്ടി, അതിന്റെ അളവ്, വീറ്റിന്റെ അളവ് 1 നിന്നും 2 ആക്കാൻ വേണ്ടി കോട്ടൺ 9 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് എത്രയേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? 7 യൂണിറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതായത് വീറ്റിന്റെ ഉൽപാദനം 1 അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി, വീറ്റ് 1 അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി കോട്ടൺ എന്ത് ചെയ്യപ്പെടുന്നു? 9 നിന്നും 7 കുറയാ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് കുറയുന്നത്? 2 യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്ന കോട്ടന്റെ അളവാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞത്? MOC എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ടേബിളിലെ MOC. നോക്കൂ, അടുത്ത കോമ്പിനേഷനിലേക്ക് വരൂ. സി എന്ന കോമ്പിനേഷനിൽ നിന്ന് ഡി എന്ന കോമ്പിനേഷനിലേക്ക് വരിക. സി എന്ന കോമ്പിനേഷനിൽ നിന്നും ഡി എന്ന കോമ്പിനേഷനിലേക്ക് വരുമ്പോ നോക്കൂ, വീറ്റിന്റെ ഉൽപാദനം നോക്കൂ. 2 യൂണിറ്റ് ആയിരുന്നു വീറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് എത്രയായി വർദ്ധിപ്പിക്കുകയാണ്? 3 വർദ്ധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് കൂടി അധികം ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ അധികം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായും കോട്ടന്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു. ശരിയല്ലേ? അപ്പൊ കോട്ടൺ ഇതുവരെ എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്നു? 7 യൂണിറ്റ് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പൊ അത് എത്രയായി കുറയാണ്? 4 യൂണിറ്റ് ആയിട്ട് കുറയുന്നു. 7 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പൊ അത് എത്രയായി? 4 യൂണിറ്റ് ആയി കുറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര യൂണിറ്റ് കുറഞ്ഞു? 3 യൂണിറ്റ് കുറഞ്ഞു എന്ന് പറയാം. 3 യൂണിറ്റ് കുറഞ്ഞു എന്ന് പറയാം. അങ്ങ് കുറയാ മീൻസ് ഉപേക്ഷിക്കുക, അല്ലെ? 3 യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്? 1 യൂണിറ്റ് കൂടി വീറ്റ് ഉൽപ്പാദിപ്പിച്ചത്, അല്ലെ? 1 യൂണിറ്റ് കൂടി വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ എന്ത് ചെയ്യപ്പെട്ടു? 3 യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച കോട്ടന്റെ അളവാണ് MOC. ഒന്നുകൂടി നോക്കൂ. ഡി എന്ന കോമ്പിനേഷനിൽ നിന്നും ഇ എന്ന കോമ്പിനേഷനിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ നോക്കൂ, വീണ്ടും വീറ്റിന്റെ ഉൽപാദനം വർദ്ധിക്കുകയാണ്. 3 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീറ്റ് ഇപ്പോ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് കൂടി അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ അഡീഷണൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എന്തറിയാം? നിർബന്ധമായിട്ടും എന്ത് ഉപേക്ഷിക്കണം? കോട്ടന്റെ കുറച്ച് യൂണിറ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ കോട്ടൺ നോക്കൂ, ഇതുവരെ 4 യൂണിറ്റ്, അല്ലെ? ഡി എന്ന കോമ്പിനേഷനില് 4 യൂണിറ്റ് ആയിരുന്നു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ 4 യൂണിറ്റ് 0 എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്നാ വേണ്ട, ഞാൻ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല, പൂർണ്ണമായി മാർക്ക് കൊടുത്തോ? വീറ്റിന് കൊടുത്തു. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപേക്ഷിക്കപ്പെടുകയാണ്? 4 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ എത്ര സാക്രിഫൈസ് ചെയ്യുന്നു? എത്ര ഉപേക്ഷിക്കുന്നു? 4 യൂണിറ്റ് കോട്ടൺ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന കോട്ടന്റെ അളവാണ് MOC. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് MOC എന്ന് വെച്ചു? ഈ ടേബിൾ വെച്ച് എന്ത് പറയാം? എങ്ങനെയാണ് ഈ ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് MOC ഡിഫൈൻ ചെയ്യാം? MOC എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്താണ് MOC? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്ത് പറയാം? ഈ ടേബിൾ വെച്ചുകൊണ്ട്, ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, 1 യൂണിറ്റ് വീറ്റ് അധികം ഉൽപാദനത്തിന് വേണ്ടി, അല്ലെ?
ഓരോ യൂണിറ്റും അധികം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന കോട്ടന്റെ അളവാണ് MOC. നോക്കൂ, എന്താ പറഞ്ഞത്? ഓരോ യൂണിറ്റ് വീറ്റിനു വേണ്ടിയും 0 1 1 2 2 3 3 4. അപ്പൊ വീറ്റിന്റെ ഓരോ അധിക മാത്രക്ക് വേണ്ടി, അധിക യൂണിറ്റിന് വേണ്ടിയിട്ടും വീറ്റിന്റെ ഓരോ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യപ്പെടണം? കോട്ടന്റെ ഉൽപാദനം കുറയ്ക്കണം, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരും. കുറച്ച് യൂണിറ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിച്ച് 10 9 9 7 7 4 4 0. അപ്പൊ എന്ത് കുറഞ്ഞു വരികയാണ്? കോട്ടന്റെ ഉൽപാദനം കുറയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്ന കോട്ടന്റെ അളവാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്? MOC എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. ക്ലിയർ ആണോ? MOC. അപ്പൊ MOC നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെയാണ് കോമൺ ആയിട്ട്, ജനറൽ ആയിട്ട് നമുക്ക് MOCയെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? MOC എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഒരു സമ്പദ് വ്യവസ്ഥ 2 സാധനങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂവെങ്കിൽ ഒരു വസ്തുവിന്റെ ഓരോ അധിക മാത്ര ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി, അധിക മാത്ര മീൻസ് അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് MOC. ഒന്നുകൂടി പറയാം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 സാധനങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂവെങ്കിൽ ഒരു വസ്തുവിന്റെ ഓരോ അധിക യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഒരു വസ്തുവിന്റെ, അല്ലെങ്കിൽ ഒന്നാമത്തെ വസ്തുവിന്റെ ഓരോ അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്. ഒന്നാമത്തെ വസ്തുവിന്റെ ഓരോ യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് MOC. ഇവിടെ ഒന്നാമത്തെ വസ്തു ഏതാ? വീറ്റ് അല്ലെ? ഒന്നാമത്തെ വസ്തു വീറ്റ്. അപ്പൊ ഓരോ യൂണിറ്റ് വീറ്റ് ഇങ്ങനെ വർദ്ധിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടി വരുന്നു? രണ്ടാമത്തെ വസ്തുവാണ് കോട്ടൺ. രണ്ടാമത്തെ വസ്തു ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വരുന്നു? കുറച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ ഉപേക്ഷിക്കുന്ന അളവായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? MOCയെ കാണുന്നത്. അപ്പൊ എന്താണ് MOC എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഈ ടാബിള് വെച്ച് അത് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ജനറൽ ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് MOC എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ കൂടി പറയാം. എന്താണ് MOC എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോ, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് 2 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോ ഒരു വസ്തുവിന്റെ ഓരോ അധിക യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി, അഥവാ ഒന്നാമത്തെ വസ്തുവിന്റെ ഓരോ അധിക യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ അളവാണ് MOC. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു.